അല്ലല്ല ജോക്കി, എനിക്ക് നമുക്ക് രണ്ട് കാര്യങ്ങളൊന്ന് കാണിച്ചു കൊടുക്കാണ്ടായിരുന്നു. കാണിച്ചിട്ട് നമുക്കങ്ങ് ഇതാക്കാന്ന് വിചാരിച്ചു. ആദ്യത്തെ കേസ് ആദ്യം നമുക്കൊരു വീഡിയോ കാണാം. കേസ് ആദ്യം ജസ്റ്റ് ഒരു വീഡിയോ കാണാം. കണ്ടില്ല. സോ ഇതിന്റെ ടൈറ്റിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എക്സ്പോസിംഗ് എക്സ്ലാൻഡിസ് അഡ്മിൻ, എക്സ്പോസിംഗ് എക്സ്ലാൻഡിസ് അഡ്മിൻ EVX ഫയൽ അറ്റ് ഈഗിൾ ഗെയിമിംഗ് അറ്റ് ആഡ് ഗെയിമിംഗ് അറ്റ് ബ്രാവോ അറ്റ് MRC തൊപ്പി. ഇതാണ് ടൈറ്റിൽ. ആൻഡ് തംബ്നെയിലില് ഞാനിങ്ങനെ ചാരിയിരിക്കുന്ന ഒരു ഫോട്ടോയും ഈഗിൾ ഓൺ ഫയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുന്ന പാവം പിടിച്ച ആട് ബ്രോയുടെ എന്തോ കണ്ട് പേടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയും സൈഡിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് രാവിലെ എണീക്കുമ്പോൾ ഞാൻ കാണുന്നത്. അപ്പോൾ രാവിലെ എനിക്കാണെങ്കിൽ കുറച്ച് കൊച്ചുപുണ്ടകൾ മെസ്സേജ് അയച്ചിട്ട് ഹാക്ക് പിടിച്ചല്ലേ, ഹാക്ക് പൊക്കിയല്ലേ, നിന്റെ ഹാക്കൊക്കെ പൊക്കിയടാ, നിന്റെ ഹാക്ക് തൂക്കിയടാ, നാണമുണ്ടോ നിനക്ക് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കുറെ മെസ്സേജ്. ഞാൻ ഉറക്കത്തിൽ ഇന്നലെ 8 മണിക്ക് 9 മണിക്ക് എന്തോ ഉറങ്ങിയത്. എല്ലാം സംസാരിച്ച് എല്ലാം ഇതൊക്കെ ആയിട്ട് പലയിടത്ത് യുവമാരുടെ കൂടെ ഒരു മീറ്റിംഗ് ഒക്കെ വെച്ച് ഞാൻ എല്ലാം സംസാരിച്ച് ഉറങ്ങി എണ്ണീറ്റപ്പോൾ ഈ സമയമായി കേട്ടോ. സമയമായപ്പം നമ്മൾ എണ്ണിക്കുമ്പോൾ കാണുന്ന ഇതാ. ഞാൻ ഓർത്ത് ഹാക്ക് പിടിച്ചെന്ന് എന്റെയാ. ഞാൻ എന്നിട്ട് ചാടി ഇട്ടിട്ട് ഞാൻ ഗ്രൂപ്പിൽ നോക്കുമ്പോൾ ഇതെന്താടാ അന്നേ പറയാ, ഇത് പുതിയതായിട്ട് വന്ന ഗ്രൂപ്പിലൊക്കെ വന്ന് ഇതൊന്ന് നോക്കണേ എന്ന് പറഞ്ഞിട്ട് ഈ ലിങ്ക് അയച്ചു തന്നു. അപ്പൊ ഞാൻ പ്ലേ നിങ്ങളോട് കാണിക്കാം കേട്ടാ. അതായത് നിങ്ങൾ ഈ VC ഇരിക്കുന്ന കുറച്ച് ആൾക്കാരെ ഒന്ന് നോക്കിക്കോ. 0 FPS കുമ്മൻ EVX ഇനാക്റ്റീവ് ഫോർ 1 month. ബഷീർ W EVX, ഹൈത്തം EVX, ജൂലിയൻ ഡോർ, കോഴിക്കോട് കപ്പിൾ 1, മൂട റസൽ, ഇതൊക്കെയാണ് VC ഇരിക്കുന്ന ആൾക്കാര്. ഇവരുടെ ഒരു VC സംഭാഷണമാണ് ഈ കൂട്ടത്തിൽ സ്നേഹത്തോടെ നിന്ന് ഒരുത്തൻ ലീക്ക് ചെയ്തത്. ഇത് ലീക്ക് ചെയ്ത് അപ്ലോഡായി. മനസ്സിലായ? ഇത് ലീക്ക് ചെയ്ത് അപ്ലോഡായി. ഇത് അപ്ലോഡ് ആവാൻ വേറൊരു റീസണും കൂടി ഉണ്ട്. അത് ഞങ്ങൾ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഇത് എന്തുകൊണ്ട് ഇപ്പോൾ അപ്ലോഡായി എന്നുള്ളൊരു റീസണും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതോ ഒരാള് എക്സ്ലാൻഡിസിൽ അഡ്മിനാ. ആരാണോ അത്? സ്ക്രില്ല്. ഈ സ്ക്രില്ല് ഇത് എക്സ്ലാൻഡിസിൽ അഡ്മിനാണ് ഈ സ്ക്രില്ല്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു അഡ്മിൻ സപ്പോർട്ട് ചെയ്തു എന്നുള്ള രീതിയിലാണ് എക്സ്പോസിംഗ് എക്സ്ലാൻഡിസ് അഡ്മിൻ എന്നുള്ള ടൈറ്റിൽ വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കണ്ടു നോക്കാം. അവൻ ജോയിൻ ചെയ്ത ഡിസ്കോഡിൽ ഒരു സാധനം ഇപ്പൊ ഇവൻ കണ്ടിട്ട് ഡിസ്കോഡ് ഇട്ട് എന്തോ കണ്ടിട്ട് അയച്ചു കണ്ടപ്പോ അയച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്താ കണ്ടേ പറ. ഫയലിന്റെ ഒക്കെ ഒരു സെർവർ, മറ്റേ സ്ക്രീൻ ഷേക്ക്, മറ്റേ ഇത് റീകോയിൽ അങ്ങനത്തെ. ഹലോ ഭിലാൻ, എന്നെ കുറിച്ചൊരു അലിഗേഷൻ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ച് നിനക്ക് എന്താണ് മറുപടി പറയാനുള്ളത് പറയണം. അലിഗേഷൻ എന്ന് പറഞ്ഞാ ഏബലിന്റെ ലൈവ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നുണ്ട് കേട്ടോ. ഞാനോ ഞാൻ മോഡ് ചെയ്താൽ മതി നിനക്ക് വേണ്ടി. നിന്റെ ഡിസ്കോഡ് ഡിസ്കോഡില്ലേ നിനക്ക്? ഇതല്ലേ ഇതൊക്കെ എന്താണ് നിളി മേലോട്ട് എന്താണ് സോഫ്റ്റ് ടൈം? അതെന്താന്ന് കേട്ടിട്ടില്ല. അതിനെപ്പറ്റി റെഡ് എഞ്ചിനൊക്കെ അതെന്താന്ന് എടുത്തിട്ടേക്കണ നീ പറഞ്ഞ് ഇമ്പ്രസ് ചെയ്തായിപ്പോ. ഇതെന്തിനാ നീ എടുത്തിട്ടേക്കണ? കൂടി ഇട്ടതാണ് ഇതിന്റെ അകത്ത്. റീസെറ്റ് ആയിരുന്നു BC. അവൻ ഈ അടുത്ത് ഫയം എന്തോന്ന് റീസെറ്റ് ചെയ്യാൻ പോയായിരുന്നു. റീസെറ്റ് ചെയ്താലും പിടിക്കാൻ പറ്റും. ഇതാണ് എക്സലന്റ് അഡ്മിൻ പറഞ്ഞത്. പുള്ളിയുടെ ഇതാണ്. എല്ലാരും റാൻഡമായി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കിട്ടിയാട്
നിന്റെ ഫയലില്ലേ അതിൽ? പിന്നെ എന്റെ ഫയൽ ഇതിനകത്ത് ഇതിൽ ഡി ഡ്രൈവില് സി ഡ്രൈവിലും ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ വരും, കാണും. അണ്ണനല്ലേ മാസ്ക് ഇട്ടിരിക്കണത്? പിന്നെ ഇരിക്കല്ലേ നമ്മള്. ഇപ്പൊ വരും. കണ്ടുപിടിച്ചല്ലോ ഇതാ ഇതൊരു സൈറ്റ് ചെയ്യുന്നത്. ഡൗൺലോഡ് ചെയ്തിട്ടേക്കുന്നത് ഇതൊക്കെ ചുമ്മാ എടുത്ത് വലിച്ചിട്ടേക്കണ. ചുമ്മാ ഇതൊക്കെ ചുമ്മാ വലിച്ചിട്ടേക്കണ. ഇപ്പൊ ഇവിടെ നമ്മളെ ഉള്ളൂ, വേറെ ആരും ഇല്ല. അവനെ കംഫർട്ട് സോണിലോട്ട് കൊണ്ടുവന്ന കണ്ടോ ഗൈസ്? അവനെ കംഫർട്ട്. ഇപ്പൊ നമ്മള് മാത്രമേ ഉള്ള ഇവിടെ. നീ പറഞ്ഞു നമ്മള് മാത്രമേ ഉള്ളൂ. കൺവിൻസിങ് അല്ലേ അത്? എന്റെ അമ്മോ, ഇതിട്ടേക്കുന്ന കെൻസോ ഇട്ടിട്ടുള്ളത് തെളിവ് കാണിക്കാൻ പറ്റുമോ ഞങ്ങളുടെ അടുത്ത്? ഇല്ല ഹില തെളിവ് കാണിച്ച നിങ്ങൾക്ക് VC ഉണ്ടല്ലോ ടാക്സ് എന്ന് പറഞ്ഞ്, നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നില്ല പിന്നെ എന്തിനാ? അതല്ല ഇത് ഇങ്ങനെ അല്ല, ഇത് ആർക്ക് വേണ്ടിയാ നിങ്ങൾ ഇട്ടേക്കുന്നത്? വേറെ പ്ലേയേഴ്സിന് വേണ്ടിയാ? എടാ എന്തോടെ ഇത് റെഡ് എഞ്ചിൻ എല്ലാമാണ് അവന്മാര് വാങ്ങിയതല്ലേ പൈസ കൊടുത്ത്? റെഡ് എഞ്ചിൻ എല്ലാം റെഡ് എഞ്ചിനാ? റെഡ് എഞ്ചിൻ എന്തോ സാധനമാണ്. റെഡ് എഞ്ചിൻ എന്തോ ഒരു സാധനമാണല്ലോ ജൂലിയനെ, എവിടെ കേട്ടിട്ടുണ്ടോ? ഞാനും കേട്ടു. ഞാൻ പറയും എന്തേലും ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞാൽ നമ്മൾ ഇവിടെ തീർക്കും. അല്ലാതെ ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലേ വെല്ലുമോൻ ജോയിന്റ് സെർവറിന്. പറയട്ടെ, കാര്യം പറയട്ടെ. ഇത് ചുമ്മാ കൊറേ കണ്ടപ്പോ എടുത്ത് വലിച്ചു വരെ ഇട്ടാ അല്ല, ഇതൊന്നും ഉപയോഗിക്കുന്നല്ല. എടാ ഞാനൊരു കാര്യം പറയും, ഇക്കാലത്ത് ഇടാതെ ഇട്ടവന്മാരെ പിടിക്കാനായില്ല എല്ലാവർക്കും. ഇത് ചുമ്മാ ഇതേപോലത്തെ എന്തെങ്കിലും അലിഗേഷൻ വെച്ച പിടിക്കാനായില്ല എല്ലാവർക്കും. ഇത് ചുമ്മാ ഇതേപോലത്തെ എന്തെങ്കിലും അലിഗേഷൻ വെച്ച ആൾക്കാരെ ഫാൻ അടുപ്പിച്ച് വിടാൻ എല്ലാരും നോക്കുന്നത്. ആ സമയത്ത് എടാ നിനക്കൊന്നും ബുദ്ധിയില്ല ഈ സാധനം എടുത്ത് ഡൗൺലോഡ് ഇതാക്കാനായിട്ട്. ദേഷ്യം കൊണ്ട് പറയല്ല, മനസ്സിലായില്ലേ? നിന്നെ എവിടുന്നാലും കുറ്റപ്പെടുത്തത്തില്ല, ഇവിടെ ആരും നിന്നെ ഒന്നും പറയത്തുമില്ല. അതുകൊണ്ടാ നിന്നെ ഇവിടെ ഇങ്ങോട്ട് വിളിച്ചത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ബ്രോ അഡ്മിനല്ലേ സിറ്റിയില്, ഞങ്ങൾക്ക് വേറെ പോരെ. കാര്യമുള്ള പിള്ളേരായതുകൊണ്ട് ഇത് ചോദിക്കുന്നത്, മനസ്സിലായോ? നിന്നെയൊക്കെ പണ്ട് മുതലേ അറിയാവുന്നല്ലേ, അതുകൊണ്ടാ. ഇതിങ്ങനെ എടുത്തു വെച്ച് കാണിക്കാന്ന് പറഞ്ഞ സ്ക്രില്ല് ഈ പുള്ളിയാണ് എക്സലാൻഡീസിലെ അഡ്മിൻ. പുള്ളിയുടെതാണ് മാനേജർ റോൾസ് ആയി കാണിക്കണം. മാനേജ്മെന്റ് സ്റ്റാഫ്, സീനിയർ സ്റ്റാഫ്, VIP ഡൊണേറ്റർ. ഇത് സംഭവം നിങ്ങൾ ജസ്റ്റ് എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും പഴയ ലോഗ് കിടക്കും, മനസ്സിലായില്ലേ? എന്തായാലും PC ചെക്ക് ചെയ്യും നീവാർക്ക്. ഒന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞുതരാം. VC-യിൽ എത്ര പേരുണ്ടോ അവരെല്ലാരും പൊക്കും. ഇത് വാങ്ങാൻ മറ്റേ യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരായിക്കോലെ. ഈ മറ്റേ ഇത് ഒരു സുഖം കാണത്തില്ല, മറ്റേ വാളസ്വാമി കിടക്കാൻ. സത്യം. മറ്റേ വന്നവനും പോയവനും എല്ലാം ഇട്ട് പോക്കും. ഈകളൊക്കെ ചുമ്മാ എടുത്ത് റിയാക്ട് ചെയ്യും. ഈകളൊക്കെ ചുമ്മാ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. ഞാൻ ചെയ്തു അത്, നീ പറഞ്ഞതിലേക്ക് എത്തി. ഞാൻ എത്തിയടാ അവിടെ. ഞാൻ നിന്റെ വിശ്വാസം ഞാൻ കളഞ്ഞില്ല. ഞാൻ അവിടെ ഉണ്ട്, ഞാൻ എത്തി. ഞങ്ങൾക്ക് വരെ കൈ അതൊക്കെ ഇട്ടില്ലല്ലോ അല്ലേ, പിന്നെ എന്തിനു പ്രശ്നം? ഞാൻ പറയട്ടെ, നിങ്ങൾ ഇട്ടോ ഇല്ലയോ എന്നല്ല, സാധനമുള്ള കാര്യത്തിലാണ് പ്രശ്നം, മനസ്സിലായോ? എടാ നിന്റെ PC-യിൽ ഇപ്പൊ വെറുതെ നിക്കുവാണ് ഒരു ഫയല്. നീ അത് ഇട്ടോ ഇല്ലയോ നോക്കത്തില്ല, അതുണ്ട് അത്രേ അവര് നോക്കത്തുള്ളൂ. പ്രത്യേകിച്ച് ബുദ്ധിയില്ലാത്ത ആടൊക്കെയാണ്. പ്രത്യേകിച്ച് ബുദ്ധിയില്ലാത്ത ആടൊക്കെ. എങ്ങനെ പുള്ളിയൊക്കെ രാപ്പകലില്ലാതെ ഈ സെർവറിന്റെ സ്പെക്കും മറ്റേ ഓരോന്ന് ഇതും ചെയ്ത് നിക്കുന്ന ഇവരെയൊക്കെ നിനക്കൊക്കെ ഓഫ്ലൈനിൽ ഇരുന്ന് എങ്ങനെയാണ് അപരാധിക്കാൻ പറ്റണേ? നീയൊക്കെ എന്തിനാണ് ബുദ്ധിമുട്ടി എന്നിട്ട് ഇവരൊക്കെ ഉള്ള സെർവറിൽ വന്ന് കളിക്കണേ? എന്റെ ചോദ്യം അതാ. കല്യാണത്തിന് ഒരു സർവറിൽ എല്ലാരെയും വിളിച്ചു പുള്ളി. സത്യയോടാ, കല്യാണത്തിന് പോലും സെർവറിലുള്ള എല്ലാവർക്കും ഇവനും കൊറിയർ അയച്ചു കൊടുത്തു. എന്നിട്ടാണ് തന്തലായി പറഞ്ഞ പാവോടെ. ഇതൊക്കെ ഇപ്പളെ റെക്കോർഡ് ചെയ്ത് വെച്ചോ. ഓക്കെ ഒരു അലിഗേഷൻ നിന്റെ പേരിൽ വന്ന ഓക്കെ, നിന്റെ പ്രൂഫ് പിടിച്ചിട്ടുണ്ട് VC-ന്ന്. നീ ഇട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് ബാഡ് പോയിന്റ് അല്ല. നീ ഇട്ടിട്ടില്ലെന്ന് തെളിയിക്കാനായിട്ട് എന്തേലും വേണം, മനസ്സിലായില്ലേ? എന്താ അവിടെ ഒരു വാസു കണ്ടത്? ഞാൻ വാസുദേവാണ്. ലീക്കാക്കിയതിന്റെ പേരാണോ വാസുദേവ്? അതാണ് പയ്യൻ.
ഹായ് വാസുദേവ്. എന്തായാലും വേണം. മനസ്സിലായില്ലേ? നമുക്ക് ഞങ്ങളുടെ കയ്യിലല്ല കിട്ടിയിരുന്ന ഒരു ഗുണവുമില്ല നീ കടന്ന് പറയുന്നതിന്റെ അകത്ത്. കടച്ച നിൽക്കുക നാണ് നിനക്ക് കടച്ച നിൽക്കുക. ഈകളൊക്കെ വന്നിട്ട് ഈ മുണ്ടച്ചിമാരൊക്കെ എന്തിന്റെ കട ഇത്? എന്തിന്റെ കേടാണ് പുണ്ടച്ചി നിനക്കൊക്കെ? എന്തിന്റെ കഴിയില്ല കളിക്കായിരുന്നൂടെ നിനക്ക്? നിനക്ക് എന്തിനാ കളിക്കണേ? ഈ ഗെയിമിനകത്ത് ആക്ടിട്ട് കളിക്കാണ് നീക്ക് എന്തിനാ കളിക്കണേ? എന്റെ ചോദ്യം അതാ. കഴിവില്ല കൊണ്ടാള് സത്യോടെ എന്തിന്റെ കാര്യമാണോ നിനക്കൊക്കെ? അവിടെ ഞാൻ പറയാം ജെൻസി ഇവര് പേര് മാറ്റി ഹാക്കർമാരെ ഇറക്കുന്നത്. ഈകളെല്ലാ ലൈവിലും വാൾ ഓഫ് ഷേവിലുള്ളവരെ തെറി വിളിക്കും. എന്തിനാ വെറുതെ അപരാധം കേൾക്കാൻ നിൽക്കുന്നത്? പരിപാടിക്ക് ഈകൾ എല്ലാ ലൈവിലും വളർച്ചയിലുള്ളവരെ തിളക്കി വിളിക്കുന്നത് സ്ഥിരം വ്യൂറാണ് അവരൊക്കെ കേട്ടാ. എല്ലാം അറിയാം അവർക്ക്, എല്ലാവർക്കും അറിയാം. പാപ്പം വരും രണ്ടു ടൈമാര് കേവി അടിച്ചതാ. ഫയലിട്ട് അടിച്ച മനസ്സിലായി. അത് നമ്മളെ അടിച്ചു നിർത്തേക്കുന്ന ഇത് കൂടെ ഈ ഒരു ഫയലൊന്നും അതാരാടാ ഒരു കൊച്ചിറക്കൻ സൗണ്ട് എടുക്കുന്ന ഗെയിം ഇത് പറയണേ? അതല്ലേ മോഡു. ഊമ്പി 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 പോയി. അതെ അടിപൊളി കളിയായിരുന്നു. പൊരുതി തോച്ചു പിന്നല്ല പൊളിച്ചു മതി പൊളിച്ചു. ഇതാണ് വീഡിയോ. ഈ വീഡിയോയിൽ എന്റെ തലവട്ടം വന്നതുകൊണ്ട് മാത്രം ഇതിന്റെ കമന്റ് സെക്ഷൻ ഒന്ന് എടുത്തു വെച്ച് കാണണം. നോക്കിക്കോണേ. ഇതൊക്കെ നമ്മുടെ ആൾക്കാർ ഇപ്പൊ എടുത്തു വെച്ചില്ല. സമ്മൺ കോൾഡ് ദ #1 സെർവർ ഊമ്പി. പിന്നെന്താ ഇതൊക്കെ നമ്മുടെ ഇതിന്റെ താഴോട്ടാണ് കേട്ടോ. TV താങ്ങികൾ, കൊട്ടു ഊമ്പി, TV സെർവർ അവര് തന്നെ പറഞ്ഞു നടക്കുന്നു. അതാണ് TV ഹേറ്റ്. സോ വാങ്ങിച്ചോളൂ. എടാ ഇപ്പോഴും പറയും ഞങ്ങൾ കളിക്കുന്ന സെർവർ ഇപ്പോഴും ടോപ്പ് സെർവറാണ്. ഇതിൽ ഒരു അഡ്മിന്റെ റോള് ഉണ്ടെങ്കിൽ, അതായത് ഇതിനകത്ത് സ്ക്രിൽ എന്ന് പറയുന്ന ആൾ അഡ്മിനാ. പുള്ളിയുടെ ഇൻവോൾവ്മെന്റ് എന്താണെന്ന് മാനേജ്മെന്റ് സൈഡിൽ നിന്ന് അവർ ലൈവ് ഇട്ട് തെളിയിക്കും. ഞാൻ നിന്റെ അടുത്തൊക്കെ ഒരു കാര്യം പറയാം. നിനക്കൊക്കെ എന്താ അറിയാവുന്നതെന്നറിയോ? ബേസിക് ആയിട്ട് നിനക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നേരെ വരുന്നു, ഫൈവോമി ക്ലിക്ക് ചെയ്യുന്നു, ഇത് ഓപ്പൺ ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്ന സമയത്ത് നീ ഒരു സാമാനത്തിനകത്തോട്ട് കയറും. അവിടുന്ന് നടന്നു പോയിട്ട് നാട്ടിൽ വളരെ തന്തയ്ക്കും നിളയ്ക്കും പറഞ്ഞ് മറ്റേ അതും പറഞ്ഞ് കാണുന്ന ഒരു POV മാത്രമേ നീയൊക്കെ കാണുന്നുള്ളൂ. മനസ്സിലായോ? ഈ സെർവർ എങ്ങനെയാ ഓടുന്നേ, സെർവറിന്റെ പുറകിൽ എന്തൊക്കെ ഇതുണ്ട് എന്നൊക്കെ നിനക്കൊക്കെ എന്തെങ്കിലും അറിയാവോ? ഒരു സെർവറിന് ഒരാൾ വിചാരിച്ച ഒറ്റയ്ക്ക് ഒരു സെർവർ ഒരിക്കലും നടത്താൻ പറ്റത്തില്ല. 10-30 മെമ്പേഴ്സിന് മുകളിലുണ്ട് ഒരു സെർവറിന്റെ ബിഹൈൻഡിൽ ഉള്ള ആൾക്കാർ. FRP ടീം, വെഹിക്കിൾ ഡെവലപ്മെന്റ് ടീം, എന്താ പറയുന്ന ലൈവ് സിറ്റുവേഷൻസ് സ്പെക്ക് ചെയ്യുന്ന അഡ്മിൻസ്, പിന്നെ ഈ പറയണ ഇത് ഇങ്ങനെ പ്രീമിയംസ്, ഇതെല്ലാം നോക്കാൻ ഒരു 10-30 പേരുണ്ടാവും. അതിൽ ഒരാൾ ഈ സ്ക്രിൽ എന്ന് പറയുന്ന ആൾക്ക് ഇതിനകത്തൊക്കെ വന്നിരിക്കുന്ന ആൾക്കാർ ഇത്രയും നാളെ RP കളിച്ചതും RP കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് ബന്ധമുള്ള ആൾക്കാരെയാണ് ഒരു സെർവറിൽ നമ്മൾ ഹയർ ചെയ്യുന്നത്. നീയൊക്കെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ആ സ്ഥാപനത്തിലോട്ട് ആൾക്കാരെ എടുക്കുന്നത് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെല്ലാം നോക്കുന്നത്. അതുപോലെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഓരോരുത്തരെ അതിനകത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഇവർക്ക് പുറത്ത് ഏതൊക്കെ ഗ്യാങ്ങുകളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഇത് എക്സ്ലാൻഡിസിന്റെ VC അല്ല ഒന്നാമത്തെ കാര്യം. പുള്ളിക്ക് വെളിയിലുള്ള പേഴ്സണൽ പരിചയത്തിന്റെ പുറത്ത് പുള്ളി പോയിരുന്നതാണ്. പുള്ളി എന്തിനാണ് അവിടെ പോയി ഇരുന്നതെന്നും പുള്ളിയുള്ളതും മാനേജ്മെന്റ് സൈഡിൽ നിന്ന് അവരുടെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കളിക്കുന്ന എൻ്റെ സെർവറിനോട് എനിക്ക് ഇതുണ്ട്. ഞാൻ പറഞ്ഞതിൽ എനിക്ക് ഒരു മിസ്റ്റേക്കും ഇല്ല. ഇപ്പൊ കറന്റ് ഇന്ത്യയിലെ ബെസ്റ്റ് സെർവറാണ്, ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള സെർവർ എക്സ്ലാൻഡിസ് ആണ്. അതിൽ ഇത്രയും പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നിനക്കൊക്കെ ഇത്ര ബുദ്ധിമുട്ട് നിന്റെയൊക്കെ വായി ഇത് പറയുമായിരിക്കും. നിന്റെയൊക്കെ ഏതെങ്കിലും പ്ലേയേഴ്സിന്റെ വായി നീ ഹേറ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ. അടുത്ത ദിവസം നീയൊന്നും ഇവിടെ കളിക്കൂല. ധൈര്യം ഉണ്ടെങ്കിൽ നീയൊക്കെ ഇരുന്ന് ഈ സെർവറിനെ നിന്റെയൊക്കെ ഏതെങ്കിലും പ്ലേയേഴ്സ് ഇരുന്നൊന്ന് ആരാധിച്ചേ. ഞാൻ ഒന്നുകൂടെ പറയാം, നിനക്കൊക്കെ ആ നട്ടലുണ്ടെങ്കിൽ നീയൊക്കെ ഈ സെർവറിനെ ഒന്ന് ഡീഗ്രേഡ് ചെയ്തിട്ട് നീ ഇരുന്നൊന്ന് സംസാരിച്ച് നോക്കിയേ. നിന്റെ അണ്ണന്മാര് പറയൂല, നീയൊക്കെ പറയുള്ളൂ ഈ ചാറ്റിൽ. മനസ്സിലായോ? പറയുന്നതിന്റെ അടുത്ത ദിവസം നീയൊക്കെ സെർവർ വേറെ നോക്കേണ്ടി വരും. മനസ്സിലായോ? പറയത്തില്ല, ഒരുത്തനും മിണ്ടത്തില്ല. അതുകൊണ്ട് നിനക്കൊക്കെ അറിയാം, നിനക്കൊക്കെ ഇങ്ങനെ വന്ന് കുരയ്ക്കാൻ പറ്റത്തുള്ളൂ. പറ്റത്തില്ല. എന്തിനാടാ ഗതികെട്ട് നക്കി കളിക്കുന്ന ഇവിടെ? വേറെ സെർവറിൽ പോയി കളിച്ചൂടെ നിനക്കൊക്കെ? പിന്നെ ലൈവ് ഇട്ടതിലും പറഞ്ഞു. അല്ലല്ല ജോക്കി, ഞാൻ പറയട്ടെ. അതുകൊണ്ട്
നിന്റെയൊക്കെ കമന്റിലെ വായത്താളം നമ്മുടെ അടുത്തോട്ട് എടുക്കണ്ട. നിന്നെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ നമുക്ക് ഒരു താല്പര്യവും ഇല്ല. മനസ്സിലായോ? താല്പര്യം ഇല്ല. ഇത് പറഞ്ഞാൽ സെർവർ ഡീഗ്രഡേഷന് പെർമനന്റ് ബാനാ. അത് മാറ്റാൻ അവിടെ ആരും വരാനും പോണില്ല, ആരും അല്ല. ഇതൊന്നും ചിന്തിക്കാനുള്ള ബ്രെയിൻ ചിലപ്പോൾ നിന്റെ ഒന്നും ആൾക്കാർ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. മനസ്സിലായോ? പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിനക്കൊക്കെ വന്ന് ഇതിനകത്ത് ഫ്രസ്ട്രേറ്റഡ് കമന്റ് ഇടണമെങ്കിൽ കമന്റ് ഇടാം. ഇതാണ് ഇതിന്റെ POV. ഇതിൽ ടിവിയുടെ മെമ്പേഴ്സിന്റെ ഹാക്കോ എൻ്റെ ഹാക്കോ അല്ലെങ്കിൽ ഒന്നുമില്ല. ഈ തമ്മിലിനകത്ത് എന്നെ വെട്ടി വെച്ചത്. എന്നിട്ട് ഇവൻ എന്തോ ഒരു കമന്റിനകത്ത് പിൻ ചെയ്ത് വെച്ചിരുന്നു, അതൊക്കെ പോയി. ഇതാണ് ശരിക്കും പറഞ്ഞ ഉള്ള സത്യാവസ്ഥ. മനസ്സിലായോ? സത്യാവസ്ഥ ഇതാണ്. ഇതിനകത്ത് വന്നിട്ട് നമ്മുടെ ഈ പറയണത് പോലെ എന്താ ടിവിയുടെ സെർവർ, ടിവിയെ പറഞ്ഞ സെർവർ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ എടുത്ത് വീണ്ടും 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 ഇട്ടുകൊണ്ടിരിക്കുക. ഇതാണ് ശരിക്കും.